ഞാൻ ഈ വീഡിയോ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, എൻ്റെ കുഞ്ഞ് എണ്ണീറ്റിരുന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ആടി വീഴുമെന്നുള്ള രീതിയിൽ അത് ഞാൻ കട്ട് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് പോയത്. എണ്ണിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ അത് പോട്ടെ, അവൾ വീണ്ടും ഉറങ്ങി. പിന്നെ ഞാൻ പറയാൻ വന്നത് ബാക്കിയാണ് ഉണ്ടല്ലോ. അതായത് അപ്പം അങ്ങനെ അവർ ആത്മഹത്യയിലേക്ക് പോയി. ഇതിനെ അറിയുന്ന, അതായത് പത്രത്തിലൂടെ ന്യൂസിലൂടെ എല്ലാം ഇത് പറയുമല്ലോ. അപ്പോൾ കുറേ ആളുകളുടെ മനസ്സിൽ തങ്ങൾക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഫീല് തോന്നും ചില സന്ദർഭങ്ങളിൽ. അന്ന് അവരങ്ങനെ ചെയ്തതല്ലേ, ആ ഒരു ഇതുണ്ട്. ഈ അനുകരണം എന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ നഷ്ടം നമുക്ക് മാത്രമാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരു രീതിയിലും ചിന്തിക്കരുത്. നമ്മൾ ആത്മഹത്യ ചെയ്താൽ എന്ത് കാര്യം കൊണ്ടാണ് നമ്മൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് നമ്മൾ ആദ്യമേ ചിന്തിക്കുക. ആത്മഹത്യ ചെയ്യാൻ നമുക്ക് പ്രേരണ തരുന്ന ഒരു കാര്യം കാണും. നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഏതൊക്കെ രീതിയിൽ ആത്മഹത്യ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആദ്യം മനസ്സൊന്ന് ഉറച്ചിരുന്ന് ചിന്തിക്കുക. നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ജീവിക്കണ്ട എന്ന് തോന്നുന്നത്, അത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പം നമ്മൾ എന്തായാലും മനസ്സിലാക്കും ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത്. ഇതിപ്പം കുറേ കാരണം എടുത്തു വെച്ചിട്ടുണ്ടെന്നല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്, അതുകൊണ്ടങ്ങ് ചത്തേക്കാം എന്ന് കരുതരുത്. നമുക്ക് മുന്നോട്ടിനി ജീവിക്കണ്ട, ഇവിടം കൊണ്ട് തീർക്കാം എന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ടൊരു കാരണം കാണും. ആ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ കാരണം ഉണ്ടാക്കിയത് ആരാണ്? അങ്ങനൊരു കാരണം ഉണ്ടാക്കിയത് ആരാണ്? ചിലപ്പോൾ നമ്മളായിരിക്കില്ല, നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ആവാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാം. ആര് കാരണം ആണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി കാരണമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ ഇല്ലാണ്ടാക്കുക. അതൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾക്ക് എതിരെ അല്ലെങ്കിൽ നമ്മളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആ വ്യക്തി ആരാണോ അവരെ നമ്മൾ മനസ്സുകൊണ്ട് ഇല്ലാണ്ടാക്കുക. നമ്മൾ സ്വയം ചാകുന്നതിന് മുമ്പ് ആദ്യം അവരെ കൊല്ലുക എന്നുള്ളതാണ്. അവർ ചെന്ന് കുത്തിക്കൊല്ലാനല്ല, നമ്മുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനവും ഇല്ലാണ്ടാക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അവരെ കൊല്ലുക എന്നുള്ളത്. മനസ്സിൽ ഇല്ലാണ്ടാക്കുക. നമ്മുടെ മനസ്സിൽ നമുക്ക് ഏത് രൂപത്തിലാണ് അവരെ കൊല്ലുക, അവരെ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് അവരെ ഇല്ലാണ്ടാക്കുക, വെറുക്കുക. ഇനി അങ്ങനെ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലില്ല എന്ന് കരുതുക. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കുക. ഞാനില്ലാണ്ടായാൽ, ഞാൻ ഇന്ന് ഈ വെറുക്കുന്ന അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സിൽ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി സന്തോഷിക്കും. അപ്പോൾ മറ്റൊരാളെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് നമ്മൾ, അല്ല അപവാദത്തിൻ്റെ പേരിലൊക്കെയാണ് ആത്മഹത്യ എന്നാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആത്മഹത്യ ചെയ്താൽ അവർ പറയുന്ന ഭാഗമാണ് ശരി എന്ന് കരുതും ഒരു പറ്റം ആളുകൾ. അപ്പോൾ ഇതൊക്കെ കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ രക്ഷിതാക്കൾ, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കൊക്കെ നമ്മളോടുള്ള ഒരു താല്പര്യം കുറയും. ഇത്രയും അധികം സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെ ചെയ്തല്ലോ, എൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ ഈ ഒരു പ്രായമാകുന്നിടം വരെ, ഇത്രയും പ്രായത്തിലെത്തുന്നിടം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ തരണം ചെയ്ത് ഇവിടേക്ക് എത്തി. എന്നിട്ട് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ഇല്ലാണ്ടാകുക. നമുക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ? നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണില്ല. ഇങ്ങനെ ഒരു ലൈഫ് വേണം, ഇന്ന സ്ഥലങ്ങളിൽ പോകണം, ഇന്ന ഫംഗ്ഷനിൽ പോകണം, ജീവിതം സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം നിങ്ങൾക്കില്ലേ? അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്.
അപ്പം മറ്റാരെങ്കിലും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇതെല്ലാം ഇല്ലാണ്ടാക്കി എൻ്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കാം എന്ന് കരുതുമ്പോൾ അവിടെ ഏറ്റവും വലിയ വിഡ്ഢിയായി മാറുന്നത് സ്വയം തന്നെയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. കുറേ നാളുകൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, പിന്നെ എല്ലാവരും മറക്കും. എല്ലാവരും ഈ ആത്മഹത്യ ചെയ്യുന്നവരെ ഒരു മോശമായ ഒരു കഥാപാത്രമായിട്ടേ കാണുള്ളൂ. ഒരിക്കലും വേണ്ട അങ്ങനെ വേണം എന്നൊന്നും ആരും പറയില്ല. നിങ്ങൾ എന്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്താലും, നമ്മൾ എന്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്താലും നമ്മളെ എല്ലാവരും പുച്ഛത്തോടു കൂടി മാത്രമേ കാണുള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഒരു ചേച്ചി ഇങ്ങനെ ആത്മഹത്യ ചെയ്ത, ആ ചേച്ചിയുടെ ഹസ്ബൻഡ് നല്ല ഒരു ചേട്ടനാണ്, നമുക്കറിയാവുന്ന ആളാണ്. അപ്പം നല്ലൊരു പാവം പിടിച്ച മനുഷ്യൻ. എന്നിട്ട് ഈ ചേച്ചിക്ക് മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചേച്ചിയാണ്, ഇങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളതാണ്. അപ്പോൾ ചേട്ടൻ ചിലപ്പം ജോലിക്ക് പോകാതെ വീട്ടിൽ കാവൽ വരെ ഇരുന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത്. നമുക്കറിയില്ല വിശദമായിട്ട് ഇങ്ങനെ അറിഞ്ഞത്. എന്നിട്ട് ഒരു ദിവസം രാവിലെ എണീച്ച് ചേച്ചി കുളിച്ച് റെഡിയായി പോയി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അടുത്തുള്ളൊരു മരത്തിലങ്ങനെ വെളുപ്പിനെ എണീച്ചു. ചേട്ടൻ ഉറങ്ങി പോയി കാണും, ശ്രദ്ധിച്ചില്ല. ചേച്ചി രാവിലെ പോയി ചെയ്തു. അത് നമുക്കൊരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ചില സമയത്ത് കൈവിട്ട് പോവുക എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. നമുക്കൊരു അസുഖം ഉണ്ടാകുന്നു, അതായത് നമ്മുടെ കൈ മുറിയുന്നോ കാല് മുറിയുന്നോ അല്ലെങ്കിൽ എന്താ പറയുക സർജറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടാകുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അത് നമ്മുടെ അവയവങ്ങളെയാണ് ബാധിക്കുന്നത്, അല്ലേ? അവയവങ്ങളെ മാത്രമാണ്. ചില അവയവങ്ങൾ നമുക്ക് മാറ്റി സ്ഥാപിക്കാവുന്ന അവയവങ്ങളും കൂടെ ഉണ്ട്. പക്ഷേ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റിയൊരു അവയവമാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഇപ്പം പറയുമ്പോഴത്തേക്കും എന്താ പറയുക, സിനിമ എന്നുള്ള രീതിയിലല്ല, ഞാൻ അതിലൊരു ഭാഗം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ഇതൊക്കെ ഒരു സിനിമ എന്ന് കാണുമ്പോൾ ജസ്റ്റ് അതൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ കാണില്ല. ചില കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ. ഇത് മണിച്ചിത്രത്താഴ് സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ നടിയുടെ പേര് ശോഭന, എൻ്റെ ഫേവറേറ്റ്. അപ്പം ശോഭനയുടെ അസുഖത്തെ മാറ്റുന്ന രീതി എന്ന് പറയുമ്പോൾ ശോഭനയുടെ ഭർത്താവ് സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ, ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം എന്നുള്ള രീതിയിൽ. അപ്പം മോഹൻലാൽ പറയാം, നീ എവിടെ വേണമെങ്കിലും ചികിത്സിച്ചു, പക്ഷേ എല്ലാം മാറുമായിരിക്കും. പക്ഷേ നമുക്കറിയാവുന്ന അല്ലേ ഈ ഒരു കഥാപാത്രം, ഈ ഒരു സ്ത്രീ ഇതുപോലെ മുന്നോട്ട് പോകില്ല. അതുപോലെ ഒരാളെ വേണം, അല്ലെങ്കിൽ വേറെ രീതിയിലായി പോകും ആൾ. ആ മനസ്സ് മാറി വേറെ ഒരാളായി. ഇപ്പം നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള ആളാവില്ല, പിന്നീട് ആ ചികിത്സയിലൂടെ കാണുന്ന ആൾ വേറൊരാളായി മാറും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സ് ഒരിക്കൽ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ നമ്മളെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞാലും ഏത് സമയത്തും തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി മനസ്സിനുണ്ടാവും, അതുറപ്പാണ്. ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെയാണ്, മാനസികമായിട്ട് പ്രശ്നമുണ്ട്. നമ്മൾ അവരെ ചികിത്സിച്ച് എല്ലാം ഓക്കെ, ഇനിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊക്കെ കരുതി സുഖമായിട്ട് ജീവിക്കുന്ന കൂട്ടത്തിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് ഒരു ചേച്ചിയുടെ കാര്യം, അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലായിരിക്കും എന്തോ ഒരു ചെറിയത് എവിടെയോ ഒന്ന് വീണ് പോയിട്ടുണ്ടോ മനസ്സിൽ, അപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാകുക എന്നുള്ളത്. ഈ 2-3 ദിവസം കൊണ്ട് ഞാൻ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കുഞ്ഞിനെ കൊന്ന ഒരമ്മയെക്കുറിച്ച്. അതൊരു വലിയൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. അവരനുഭവിച്ച ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പിന്നീട് ഇപ്പം ഞാൻ അറിഞ്ഞ ആ ന്യൂസിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, വേറെ വിവാഹം കഴിച്ചു, പക്ഷേ അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ മാറുകയില്ലെന്ന് വെച്ചാൽ ആരാണോ അവരെ നോക്കുന്നത് അവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം. അവരുടെ മുഖമൊന്ന് മാറിയാൽ, മാനസികമായ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളുടെ മുഖം ഒന്ന് മാറിയാൽ നമ്മൾ ഓർത്തോണം, അതൊരു നെഗറ്റീവിൻ്റെ സൂചനയാണ്.
പിന്നെ അതൊരു പോസിറ്റീവാക്കി മാറ്റാനുള്ള കരുത്തുള്ള ആളുകൾക്ക് മാത്രമേ ഈ മനസ്സ് ഇങ്ങനെ പതറി നിൽക്കുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് പലപ്പോഴും ഒരു മാനസിക വിദഗ്ധൻ, മനസ്സ് വായിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ പോൽ ചിലപ്പോൾ കഴിയണമെന്നില്ല. ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ട് ഇതെന്ത് ചെയ്യും എന്ന് കരുതിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ട്. എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാളെ സംബന്ധിച്ച്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളുള്ള ആളിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ പലപ്പോഴും അറിയുന്നില്ല തൻ്റെ ഒപ്പം ജീവിക്കുന്ന ആളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒരുപാട് ത്യാഗങ്ങൾ അല്ലേ? കുറേ പേര് പറയും എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പെണ്ണിൻ്റെ കൂടെ അല്ലെങ്കിൽ ചെറുക്കൻ്റെ കൂടെ ജീവിക്കുന്നത്, വേണ്ടാന്ന് വെച്ചുകൂടെ. കാരണം ഏതൊരു കോടതി ചെന്നാലും ഇങ്ങനൊരു അസുഖം ഉണ്ടെങ്കിൽ അപ്പോഴേ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ജീവിക്കാൻ താല്പര്യം, ഡിവോഴ്സ് കൊടുത്തേക്കുക എന്നുള്ളതാണ്. കാരണം അതൊക്കെ എന്താണ്, കോടതിയിൽ നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. മാനസിക ബുദ്ധിമുട്ടുള്ളവരോട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചർ കാര്യമാണ്. അവരെ ഉപദ്രവിക്കും, കൊല്ലാൻ ശ്രമിക്കും എന്നല്ല, അവർ സ്വയം പല കാര്യങ്ങളും വരുത്തി വയ്ക്കും. ഇതിനെല്ലാം നമ്മൾ കൂടെ ഉള്ളവരും വേണം മറുപടി പറയുവാനായിട്ട്. അത് എന്താ പറയുക, മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കെയർ ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പം ഈ കെയർ ചെയ്യുന്ന ആൾക്കും ലാസ്റ്റ് എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ട് മെൻ്റലി ഉണ്ടാവും. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പം ചഞ്ചലമാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെന്താണ് അങ്ങനെ നമ്മുടെ മനസ്സിനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അലട്ടാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സാഹചര്യത്തെ മറികടക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പം നമുക്ക് തോന്നുകയാണ് നമ്മുടെ മനസ്സ് ഇത്തിരി ഇതായിട്ട് വരികയാണ്, ഇത്തിരി സംഘർഷത്തിലാണ് എന്ന് തോന്നുക. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വയം അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനൊരു വേദന വരുന്നു, അല്ലെങ്കിൽ ഒരു ഫീല് വരുന്നു, ഒരു സാഡ് ഫീൽ വരുന്നു, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്നു നമ്മൾ എന്നൊക്കെ തോന്നുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അത് റിലാക്സ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മാത്രം, ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? മറ്റൊരാൾക്ക് വേണമെങ്കിൽ എനിക്ക് സന്തോഷം നൽകാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യാം, പുറത്തൊരു സ്ഥലത്തൊക്കെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഓക്കെ. പക്ഷേ എൻ്റെ മനസ്സെന്താണ്, എൻ്റെ ഒരു ഫീൽ എന്താണ്, അതെങ്ങനെ മാറും എന്നുള്ളത് ഞാൻ തന്നെ കണ്ടെത്തണം. മറ്റാര് ശ്രമിച്ചാലും ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അവനവൻ മാത്രമേ അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിൻ്റെ വൈദ്യൻ എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡോക്ടർ കേൾക്കുന്നു. ആ കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഠിച്ചു വച്ചിരിക്കുന്ന ആ തിയറീസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മൾക്ക് ഒരു രോഗം നിർണ്ണയിക്കുന്നു, അതിനുള്ള മരുന്നുകൾ വേണമെങ്കിൽ തരുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിക്കവർ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ ഒറ്റ കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഡോക്ടർ അറിയുന്നുള്ളൂ. പക്ഷേ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആൾ, നമ്മളെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുള്ള ആൾ നമ്മുടെ ഒപ്പം കാണും. അയാളുടെ മുന്നിൽ വെച്ച് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റണമെന്നില്ല. ചില ഡോക്ടേഴ്സ് മാറ്റി നിർത്തി ഒറ്റയ്ക്കൊക്കെ സംസാരിക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ നമുക്ക് മടി കാണും, മിക്കവർക്കും ഉണ്ട്. അത് അവരുടേതായിട്ടുള്ള കുറേ സ്വകാര്യതകളാണ്. അതൊരിക്കലും മറ്റുള്ളവരറിയാൻ പലപ്പോഴും ആരും താല്പര്യം കാണിക്കില്ല. അപ്പം മാനസികമായൊരു ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിലും അങ്ങനെയൊക്കെ കാണും.
അവരും ചിലപ്പോൾ പൂർണ്ണമായിട്ട് അവരുടെ മനസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയണമെന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യങ്ങളുണ്ട്, ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഞാൻ ഏത് വിധത്തിൽ പറയുന്നു എന്നുള്ളതൊരു കാര്യമാണ്. ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാണ്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, ടീച്ചർ എന്നുള്ള രീതിയിലങ്ങ് പറയാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങൾ എളുപ്പമാകാം, ചില വിഷയങ്ങൾ ടഫാകാം. ഒരു വിഷയം തന്നെ പല ടീച്ചർമാരെടുക്കുന്നത് പല രീതിയിലായിരിക്കും അല്ലേ. ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് വിശദീകരിച്ചില്ലെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലാവും. ചിലർ വായിച്ചും എഴുതിച്ചും ഒക്കെ പറഞ്ഞാലും ചിലത് മനസ്സിലാവുന്നില്ല. അത് ചിലരുടെ ഒരു കഴിവാണത്. പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു പ്രത്യേക കഴിവാണ്. ചിലർക്ക് എത്ര പറഞ്ഞോ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും പറ്റില്ല, കേൾക്കുന്നവർക്കത് മനസ്സിലാവില്ല. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രോഗി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ പ്രശ്നം എന്താണെന്ന് ഡോക്ടറിനോട് പറഞ്ഞ് ആ ഡോക്ടറിനത് മനസ്സിലാക്കി എടുക്കണം എന്നൊരു കാര്യം കൂടിയുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു രോഗിയായി ഒരാളെ കൊണ്ടുപോകുന്നു, അവരൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ദേഷ്യം കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി തല്ലിപ്പൊട്ടിക്കലൊക്കെ പക്ഷേ ആ ഒരു സന്ദർഭമായിരിക്കും ആൾക്കാരുടെ ശ്രദ്ധ. ആ ഒരു സന്ദർഭത്തിൽ അവരങ്ങനെ പെരുമാറി എന്നുള്ളതായിരിക്കാം ഡോക്ടർ അറിയുന്നത്. പക്ഷേ ആ ഒരു സന്ദർഭമായിരിക്കില്ല യഥാർത്ഥത്തിൽ അവർക്കുണ്ടാകുന്ന ആ ഒരു ഡിപ്രഷന് കാരണമാകുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായത് അവരുടെ മനസ്സിൽ കിടന്നിട്ട് അതിങ്ങനെ കിടന്ന് വീർപ്പ് മുട്ടി പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതായിരിക്കാം. സാഹചര്യം വേറെ ആയിപ്പോയെന്നുള്ളൂ. അങ്ങനെയൊക്കെ വരാം. ചിലപ്പം കുഞ്ഞിലെയൊക്കെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ അവരുടെ മനസ്സിലത് കാണണമെന്നില്ല പറഞ്ഞു കൊടുക്കാൻ. ചിലപ്പോൾ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയത്തുള്ളായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതൊക്കെ നമ്മൾ കുഞ്ഞിലെ തൊട്ടൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞിലേ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഉണ്ട്. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് പ്രായം കൂടി വരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആരുടെയും മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കില്ല എന്ന് എല്ലാവരും ഒന്ന് മനസ്സിൽ കരുതിയേ ഒരു ആത്മഹത്യയുടെയും കാര്യമില്ല. ഞാനെന്തിനു തോക്കണം? എന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ മുന്നിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നങ്ങ് ഉറപ്പിക്കുക മനസ്സുകൊണ്ട്. അപ്പോൾ ഒരു പ്രശ്നവും നമുക്ക് വലുതായി തോന്നുകയില്ല. നമുക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടായോ? എന്തുകൊണ്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടായത്? അതും ചിന്തിക്കുക. എന്തുകൊണ്ട് നമുക്ക് സാമ്പത്തികമായി പ്രശ്നം ഉണ്ടാകുന്നു? നമ്മൾ ഉണ്ടാക്കിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, അതോ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർ ഉണ്ടാക്കിയതാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. അതിൽ നിന്ന് നമുക്ക് കരകയറാൻ എന്ത് ചെയ്യാം? നമുക്കിപ്പം കുറേ വസ്തുക്കളുണ്ട്, വലിയ കെട്ടിടമുണ്ട്, അതിൽ സുഖകാര്യ ജീവിതമുണ്ട്. പക്ഷെ കടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം പിന്നെ എല്ലാം തീർന്നില്ലേ? അപ്പോൾ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കുക, ടെൻഷനില്ലാതെ ജീവിക്കുക. നമ്മൾ വിൽക്കുക, ഉള്ളത് വിറ്റ് നമ്മുടെ കടം തീർത്ത് നമ്മൾ ഒരു നിമിഷം മുമ്പെങ്കിലും സ്വതന്ത്രനായി സമാധാനത്തോടെ ജീവിക്കുക. ചിലർ കണ്ടിട്ടുണ്ടോ, ഭയങ്കര കടമാണ്. കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന വീട് വരെ കടത്തിലാണ്. ലോകത്തുള്ള ആളുകളുടെ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാം, അത് മുഴുവൻ വാങ്ങിക്കും. തിരിച്ചു കൊടുക്കാനുള്ള മാർഗമുണ്ടോ? ഇല്ല. പക്ഷേ ഈ വാങ്ങിച്ചിട്ട് ഈ പൈസ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാം ആഘോഷങ്ങളാക്കി മാറ്റുകയാണ് ഓരോ ദിവസം. ഇഷ്ടംപോലെ ഡ്രസ്സ്, ഫുഡ്, ലോകം മുഴുവൻ സഞ്ചാരം, അങ്ങനെയൊക്കെ അങ്ങ് നടക്കും. അവരെപ്പോഴെന്താണ് ചിന്തിക്കുന്നത്? അപ്പോഴപ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധം പലപ്പോഴും ഉണ്ടാവാതെയാണ് കടം വാങ്ങിക്കുന്നത് ഇല്ലേ. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ. ആർക്കാണ് കുടുംബ പ്രശ്നങ്ങളില്ലാത്തത്? ഒറ്റ വീട്ടിലില്ല പ്രശ്നങ്ങളില്ലാത്തത്. ഇപ്പോൾ അച്ഛനും അമ്മയും 2 കുട്ടികളുമായിട്ട് ജീവിച്ചു പോകുന്നു. ഓക്കെ, അച്ഛനും അമ്മയും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ വിവാഹം കഴിച്ച് ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പം തുടങ്ങും അടുത്ത പ്രശ്നങ്ങൾ. സൗന്ദര്യപ്പിണക്കങ്ങൾ അല്ലേ, ചട്ടിയും കലവും തട്ടിയും മുട്ടിയിരിക്കും എന്ന് പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങും. ഇതിനെ കുറേയൊക്കെ നമ്മൾ
അങ്ങ് തട്ടിവിടുക. അവർ പറഞ്ഞോട്ടെ, എനിക്കിതിലൊന്നും താല്പര്യമില്ല. ഇങ്ങനെ ചിന്തിക്കാം. ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് പ്രശ്നമാണ് വേറെ വരാൻ പോകുന്നത്? നിങ്ങൾക്ക് തമ്മിലില്ലാത്ത ഒരു പ്രശ്നവും വേറെ ആർക്കും ഉണ്ടാവില്ല അല്ലേ? ഞാനും എൻ്റെ ഭർത്താവും കരുതുകയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് മറ്റുള്ളൊരു പ്രശ്നത്തിന് വന്നാലും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യില്ല. അവരവരുടെ ജീവിതം ജീവിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നോക്കിയേ പറ്റുള്ളൂ. ഇങ്ങനെ ചിന്തിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളവരൊക്കെ ഉണ്ടായിക്കൊണ്ട് പോട്ടെ. പിന്നെ കൂടുതലും കുടുംബ പ്രശ്നം പറയുന്നത് ഇതാണ്, ഈ സ്വത്ത്, വീട്ടിൽ അവർ താമസിക്കുന്നു, ഞങ്ങൾ വേറെ. അതിൽ പറഞ്ഞിരിക്കുന്ന വീട്ടിൽ അവർ താമസിക്കുന്നു, ഇവർ വേറെ വാടകയ്ക്ക് താമസിക്കുന്നു. എന്തിനാണ് അങ്ങനെ തർക്കം വരുമ്പോഴത്തേക്കും അവന് പോലീസുണ്ട്, കോടതിയുണ്ട്, കുറച്ച് താമസമൊക്കെ വരും ചിലപ്പോൾ. അപ്പോൾ നമ്മളെന്താ അതുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ എല്ലാവർക്കുമായിട്ട്, ഈ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാനൊരു ഒറ്റ കാര്യം, എനിക്കൊരു എന്താ പറയുക, ഉപദേശം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാര്യം പറയണം. എൻ്റെ മാമന്മാരും ചേട്ടന്മാരും ഒക്കെ അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ വെളിനാട്ടിൽ പോകും, ആ ചൂടത്ത് കിടന്ന് എന്താ പറയുക, എൻ്റെ അച്ചാച്ചനൊക്കെ പറയുന്നത് രക്തം വെള്ളമാക്കുന്ന രീതിയിലാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. അതെന്ത് ജോലി ആയിക്കൊള്ളട്ടെ. ഒന്നാമത് നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ ഫുഡല്ല, മൊത്തം കുഴപ്പമാണ് ഇല്ലേ? എല്ലാം നമ്മൾ സഹിച്ച് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അച്ഛനും അമ്മയ്ക്കും ചെയ്യുന്നു, പെങ്ങളെ കെട്ടിച്ചു വിടുന്നു, അനിയന് പഠിത്തം കാര്യങ്ങളും എല്ലാം നോക്കുന്നു. നിങ്ങൾക്കായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ഇടയ്ക്കൊക്കെ അത് ഉറപ്പായും വേണ്ട കാര്യമാണ്. ഇതിപ്പം വെളിയിൽ ജോലി ചെയ്യുന്നവരായാലും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നവരായാലും, അച്ഛനും അമ്മയ്ക്കും ചെയ്യുന്നു, അതങ്ങനെ പോവും. പെങ്ങളെ കെട്ടിച്ചു, അതും അങ്ങനെ പോവും. അനിയനെ പഠിപ്പിച്ചു, അനിയത്തെ പഠിപ്പിച്ചു, അതെല്ലാം നിങ്ങളുടെ ചുമതലയിൽ അങ്ങനെ അങ്ങ് പോവും, നടന്നു പോവും. ആര് കഷ്ടപ്പെടുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും നിങ്ങൾ കഷ്ടപ്പെടുന്ന ഓരോ രൂപയുമാണ് നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് അല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ടു മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നേടിയെടുക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് നിങ്ങൾ, അവരുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലേ? സ്വയം ബലിയാടാകാൻ നിൽക്കല്ലോ. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ചെയ്യണം. അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, പെങ്ങളെ കെട്ടിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ ഇതെല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ള ചിന്ത ഒരിക്കലും നല്ലതല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രം വരുമാനം ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരുപാട് വരുമാനമുണ്ട്, എല്ലാം ചെയ്യാനും നിങ്ങൾക്ക് മിച്ചം പിടിക്കാനും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുമുള്ള വരുമാനം നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ വാരിക്കോരി കൊടുത്തോളൂ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ചിലരുണ്ട് ഗൾഫിൽ പോവും, ഞാനൊരു കഥ പറയുന്നതെന്നേ ഉള്ളൂ. 2-3 പെങ്ങന്മാർ കാണും, വീട്ടിലെ കാര്യങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കണം, പെങ്ങന്മാർ പഠിക്കുന്നതാണെങ്കിൽ അതിന് പൈസ അയച്ചു കൊടുക്കണം. പിന്നെ വിവാഹം ആലോചിക്കുമ്പം ആങ്ങളെ ഗൾഫിലാണ്, അല്ലെങ്കിൽ ആങ്ങളയ്ക്ക് ഇന്ന ജോലിയാണ്, നല്ല വരുമാനമാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ബന്ധം മതി എന്ന് വീട്ടുകാർ പറയുന്നു അല്ലേ? അപ്പം സ്ത്രീധനമായിട്ട് ചിലപ്പം പറയുന്ന 50 പവൻ, 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ കാറ്, ഇങ്ങനെയൊക്കെ കടന്ന് കയറി ചിന്തിച്ച് ഒരു ബന്ധമൊക്കെ കണ്ടുപിടിച്ച് ഉറപ്പിച്ച് വയ്ക്കും. എന്നിട്ട് നേരെ ഫോൺ ചെയ്യുകയാണ്, എന്താ അതേ ഇവിടെ എല്ലാം ഉറപ്പിച്ച് വെച്ചു, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം കാര്യങ്ങൾ അപ്പോഴായിരിക്കും ഈ പൈസ കൊടുക്കേണ്ട ആൾ, വെളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അറിയുന്നത് ഇത്രയുമൊക്കെ പിന്നെ ഡൗറി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തിവെച്ചിരിക്കുകയാണ്. വാക്ക് വരെ കൊടുത്തിട്ടാണ് ഈ പൈസ കൊടുക്കേണ്ട ആളിനോട് ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അയാൾ എടുക്കുന്നത് ഇവിടുന്ന് ഒപ്പിക്കും, എല്ലാം തീരുമാനിച്ച് ഉറപ്പിക്കുകയും ചെയ്തു അല്ലേ? ഇത്രയും പവൻ സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് തുകയാകും അല്ലേ? പക്ഷേ നല്ല ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയണം. ഞാനാണെങ്കിൽ പറയും, എനിക്ക് ഇത്ര മക്കളുണ്ടോ, അവരിന്ന ജോലി ചെയ്യുന്നു ഇല്ല, അച്ഛനും അമ്മയ്ക്കും പറ്റുന്ന ജോലികൾ അച്ഛനും അമ്മയും ചെയ്യട്ടെ. ഒരു പെങ്ങളുണ്ട് അല്ലെ 2 പെങ്ങളുണ്ട്, ആ പെങ്ങളുടെ വിവാഹം നമുക്ക് കൊക്കിനോ ഒതുങ്ങാവുന്ന രീതിയിൽ, അതായത് അച്ഛനും അമ്മയും ചേട്ടനോ ആരാന്നുള്ളതെന്ന് വെച്ചാൽ അവരോട് ചേർന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ലൊരു ബന്ധം കണ്ടെത്തുക, എന്നിട്ട് വിവാഹം നടത്തി കൊടുക്കുക. അല്ലാതെ മകന് നല്ല ജോലി ഉള്ളതുകൊണ്ട് മകൾ അതുപോലുള്ളിടത്തോട് തന്നെ പൊക്കോട്ടെ
അവൻ ഇച്ചിരി കഷ്ടപ്പെട്ടാലും മകൾ നല്ല രീതിയിൽ ജീവിക്കണം. ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ആരായാലും അവരോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും ഞാൻ ഒറ്റ ഇതിൽ പറയും, ഇത്രയേ ഉള്ളൂ കൊടുക്കാൻ, ഇതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കാനൊന്നുമില്ല. പിന്നെ അവൾ അത്രയും പഠിച്ചിട്ടുണ്ട്, പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇതായിരുന്നു എൻ്റെ അമ്മയുടെ കൺസെപ്റ്റും രീതികളുമെല്ലാം. വേണ്ടെങ്കിൽ വേണ്ടെന്നേ, ഇങ്ങനെ. എൻ്റെ അനിയനും അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഉള്ള ആളാണ്. ഒരുപാടൊന്നും കൊടുക്കാനും മാത്രമുള്ള ഇതൊന്നും കൊണ്ടുവരുന്ന ആൾക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. അതൊക്കെ ഒരു രസമാണ്. അപ്പം ഞാനെന്താണ്, എനിക്കും ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ വീട്ടുകാരെല്ലാം കൂടി എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ ഓഹരി അത് ഞാനതൊന്നും അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ്. ഇപ്പം നമുക്ക് വിവാഹമാണ്, പെൺകുട്ടിയുടെ വിവാഹമാണ്, വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും കൂടെ ചേർന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നത് കൊടുക്കുക. അത് നേരത്തെ പറയുക, ഇന്നതേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച് ഇഷ്ടമുള്ളവർ കെട്ടിയാൽ മതി എന്നേ. കല്യാണം കഴിക്കാതെ ജീവിക്കാമല്ലോ. പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അത്രയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതം വളരെ നരക തുല്യമായിരിക്കും. അതുകൊണ്ട് ഇത്രേ കൊടുക്കാനുള്ളൂ എന്ന് നേരത്തെ ഉറപ്പിക്കുക. അല്ലാതെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത്ര രൂപ കൊടുത്തേക്കാം, ഇങ്ങനൊന്നും ഒരു കാരണവശാലും അങ്ങനെയൊന്നും കല്യാണം നടത്തുക ചെയ്യില്ല. കാരണം അങ്ങനെയൊക്കെ കല്യാണം നടത്തിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരുപാട് വേദനിക്കേണ്ടി വരും കയറുന്ന വീട്ടിൽ. ഒന്നാമത്തെ കാര്യം പറയുന്നത്, അത് നിങ്ങൾക്ക് കല്യാണത്തിനൊന്നും തരാനില്ലാഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ കൊണ്ടുതരാനുള്ളത്. ഒരു വഴക്കുണ്ടാകുമ്പം തീർച്ചയായിട്ടും ആ വീട്ടിലുള്ളവർ പറയും, പിന്നെ ഞങ്ങൾക്ക് ഇത്ര തരാമെന്ന് പറഞ്ഞിട്ടല്ലേ നടത്തുക, എന്നിട്ട് അത്രയും തന്നില്ലല്ലോ, അതും പറയും. ഇതൊക്കെ കുത്തുവാക്കുകളായിട്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ പെൺകുട്ടിയെ വേദനിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. എന്തിനാണ് അതിനൊക്കെ? നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്, പെണ്ണായാലും ആണായാലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക. ഒരു പഠിത്തം, അത് ചെറുതായാലും വലുതായാലും. ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്, നല്ല വരുമാനം കിട്ടുന്ന, അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്നെങ്കിലും സാലറി കിട്ടുന്ന തരത്തിലുള്ള, അതൊക്കെ പഠിപ്പിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. വെളിയിലേക്ക് പോയി ജോലി ചെയ്യുന്നവരെന്താ, നിങ്ങൾക്കും ഒരു കുടുംബം വേണം അല്ലേ, ഒരു വീട് വേണം. ചിലപ്പം നല്ല വീട് കാണും, വീട്ടുകാരുടെ അച്ഛനും അമ്മയും വെച്ച വീട് കാണും. ചിലപ്പം മോശം അവസ്ഥയിലായിരിക്കും, വേറെ വെക്കേണ്ടി വരുമായിരിക്കാം. ചിലപ്പം കുടുംബം വേറെ ആർക്കെങ്കിലും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ, ഒന്നേം തുടങ്ങണം അല്ലേ, സ്ഥലം വാങ്ങിക്കണം, ഒരു വീട് വയ്ക്കണം, പിന്നെ വിവാഹം വേണം, കുട്ടികൾ വേണം, അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാവണം വേണ്ടേ. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് 100 രൂപ ചിലവാക്കുന്നെങ്കിൽ 50 രൂപയെങ്കിലും നമ്മളുടെ പോക്കറ്റിൽ വയ്ക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ചിലരുണ്ട് ഒന്നും കഴിക്കത്തില്ല, എല്ലാം അത്രയും കൂടെ നാട്ടിലോട്ട് അയച്ചു കൊടുത്ത് അത്രയും കൂടെ ആകാമല്ലോ, ഇങ്ങനെ ചിന്തിക്കും. അതും തെറ്റാണ്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മുടെ ജീവിതമാണ്, നമ്മളുടെ ജീവിതം മുന്നോട്ട്, നമ്മൾ ഒഴുക്കുന്ന വിയർപ്പിന് തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ജലം കൊടുക്കണം അല്ലേ. നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ വെള്ളം നഷ്ടമാകുമ്പോൾ പകരം എന്ത് ചെയ്യണം, നമ്മുടെ ആ ക്ഷീണം മാറ്റാൻ വെള്ളം കുടിക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് വരുമാനം ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് കൂടി ചിലവാക്കേണ്ടി, അല്ലാതെ എല്ലാം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നാട്ടിൽ വരുമ്പോൾ വീടും ഇല്ല, വീട്ടുകാരും ഇല്ല, ബന്ധുക്കളും ഇല്ല, ആരും ഇല്ല, ഒറ്റ. നമുക്ക് എത്ര നാൾ വരെ ജോലി ചെയ്യാൻ പറ്റുമൊന്നും അറിയില്ലല്ലോ. ഇതൊക്കെ കേൾക്കുമ്പം ചിലർക്ക് ഈ കൊച്ചി ഇതെല്ലാം കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കില്ല. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നതും കേട്ടിട്ടുള്ളതും ഞാൻ പറയാം. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണം, നമുക്കുള്ളതുപോലെ കൊടുക്കുക, ഇല്ലാത്തത് കൊടുക്കരുത് ഒരിക്കലും. നമ്മുടെ കാര്യത്തിനും കൂടെ കുറച്ച് കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. അല്ല ഒന്നും ആരെയും കൂടുതലൊന്നും സഹായിക്കൊന്നും വേണ്ട. നമുക്ക് ഉറപ്പില്ല ഈ നമ്മളിന്ന് സഹായിക്കുന്നവരാരെങ്കിലും നമ്മുടെ കൂടെ ഒരാവശ്യത്തിന് കാണും എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? സ്വന്തം അച്ഛനും അമ്മയും പോലും പലപ്പോഴും കാണില്ല. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ കാണണം. നമ്മുടെ ജീവിതമാർഗം, നമ്മുടെ ഒരു പിടിവള്ളി എന്നുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്നതാണ് നല്ലത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മനസ്സിനെക്കുറിച്ച് പറഞ്ഞു, ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിങ്ങനെ നമ്മൾ വരുമാനത്തിൻ്റെ കാര്യം വരെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വരുമാനം ഈ ഒരു പ്രശ്നം കൊണ്ട് വരും. പിന്നെന്താണ്, ചിലർക്ക്
ഇതെല്ലാം എന്താ പറയുന്നത്, ഈ വക കാര്യങ്ങൾ, ഈ പണമാണ് പ്രധാനമായിട്ടും എല്ലാ പ്രശ്നങ്ങളെയും ഈ കുത്തിപ്പൊക്കി വലുതാക്കുന്നത്. സോറി. അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. നമുക്ക് നേരെ വരുന്ന ഓരോ പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കിയേ. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഉയർന്നു പോവുകയുള്ളൂ. നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും ധൈര്യമായിട്ട് നേരിടുക. നമുക്ക് എപ്പോഴെങ്കിലും എനിക്കിനി പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്തൊന്ന് റിലാക്സ് ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങി നടന്നു നോക്കും. തന്നെക്കാളും അല്ലെങ്കിൽ എന്നെക്കാളും എത്രയോ പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് എന്ന് ചിന്തിക്കൂ. ആരും ആശ്രയമില്ലാത്ത ഒരുപാട് ജീവികൾ ഇല്ലേ, ഒരുപാട് ജീവിതങ്ങളില്ലേ. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യർ മാത്രമേ ഉള്ളൂ ആഹാരം പാചകം ചെയ്യുന്നു, കഴിക്കുന്നു. പക്ഷേ ഈ കിളികളൊക്കെ എന്താണ്, അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെവിടെങ്കിലും വിതച്ച് വിളവെടുക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണം അവർ തനിയെ കണ്ടെത്തുകയാണ് അല്ലേ. അവർക്കായിട്ട് ഈ പ്രകൃതിയിൽ കുറേ കാര്യങ്ങളുണ്ട്, നമുക്കും ഉണ്ട്. നമ്മൾ ആദ്യകാലങ്ങളിൽ അങ്ങനെയാണല്ലോ ജീവിച്ചിരുന്നത്. പിന്നീടാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പം ഇന്ന് തൽക്കാലം ഇത്രയും പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.